മിസ്സാണ്. അപ്പൊ നമ്മുടെ ക്രിസ്മസ് എക്സാം ഇതാ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ തുടങ്ങാൻ പോവാണല്ലേ. അപ്പൊ അതിന് വേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. പഠിച്ചിരിക്കേണ്ട ഒരു പോർഷനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കാൻ തുടങ്ങാട്ടോ. ഇനി കുറച്ച് ദിവസം കൂടിയേ നമുക്ക് ബാക്കിയുള്ളൂ. നമുക്ക് എല്ലാവർക്കും പരീക്ഷയ്ക്ക് A ഗ്രേഡ് തന്നെ വാങ്ങണം എന്നാണല്ലേ ആഗ്രഹം. അപ്പൊ ഇതാ ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് മിസ് വന്നിട്ടുണ്ട്. ഇതെന്താണ്? നമ്മുടെ അബാക്കസ് ആണല്ലേ. നമ്മൾ പഠിച്ചതാണ് നമ്മുടെ അബാക്കസിനെ പറ്റിയിട്ട്. ഇത് 100ന്റെ സ്ഥാനമാണ്. 100ന്റെ സ്ഥാനത്ത് കുറച്ച് മുത്തുകൾ ഉണ്ടാവും. ഈ മുത്തുകൾ എണ്ണിക്കഴിഞ്ഞാൽ നമുക്ക് 100ന്റെ സ്ഥാനത്ത് എത്ര ബീഡുകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും അല്ലെ. ഇത് 10ന്റെ സ്ഥാനമാണ്, ഇത് 1ന്റെ സ്ഥാനമാണ്. ഇനി നമുക്ക് എണ്ണീറ്റ് നമുക്ക് നേരെ എഴുതി വെക്കാം അല്ലെ. 100ന്റെ സ്ഥാനത്ത് 1 2 3 4 4 മുത്തുകളാണ്. അപ്പൊ മിസ് ഇവിടെ 4 എഴുതി. ഇനി 10ന്റെ സ്ഥാനത്ത് 1 2 3 4 5 6 6 മുത്തുകളുണ്ട്. അപ്പൊ 10ന്റെ സ്ഥാനത്ത് നമ്മൾ 6 എന്ന് എഴുതി. ഇനി 1ന്റെ സ്ഥാനത്തോ 3 മുത്തുകളാണ് അല്ലെ. 1ന്റെ സ്ഥാനത്ത് 3 മുത്തുകളാണ്. അപ്പൊ 463 ആണ് നമ്മളുടെ ഈ ഒരു അബാക്കസിലെ നമ്പർ, സംഖ്യ എന്ന് നമുക്ക് മനസ്സിലായി. ഇനി മിസ് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ 463നെ 231 ആക്കാൻ 231 ആക്കാൻ എത്ര ബീഡുകൾ നമുക്ക് മാറ്റണം എന്നാണ് നമ്മളുടെ ചോദ്യം. അതെ, 463നെ 231 ആക്കാൻ 231 എന്ന് പറയുമ്പോൾ നമ്മുടെ അബാക്കസിൽ എത്ര മുത്തുകൾ ഉണ്ടാവടാ? അതെ, 100ന്റെ സ്ഥാനത്ത് 2 മുത്തുകളായിരിക്കും. 10ന്റെ സ്ഥാനത്ത് 3 മുത്തുകളായിരിക്കും. 1ന്റെ സ്ഥാനത്തോ ഒരൊറ്റ മുത്തായിരിക്കും അല്ലെ. അപ്പൊ എത്ര മുത്തുകളാണ് നമ്മൾ മാറ്റേണ്ടത്? അതെ, 100ന്റെ സ്ഥാനത്ത് നിന്ന് നമ്മൾ 2 മുത്തുകൾ മാറ്റണം അല്ലെ. 4 - 2 ചെയ്യണം. 2 മുത്തുകളാണ് നമ്മൾ 100ന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടത്. 2 മുത്തുകൾ 100ന്റെ സ്ഥാനത്ത് നിന്നും. 10ന്റെ സ്ഥാനത്ത് നിന്നോ 6 മുത്തുകളായിരുന്നു. അതിനെ 3 മുത്തുകളാക്കാൻ നമുക്ക് എന്താ വേണ്ടത്? 6 മുത്തിനെ 3 മുത്താക്കാൻ അതെ 3 മുത്ത് മാറ്റണം അല്ലെ. അപ്പൊ നമ്മൾ 3 എന്ന് എഴുതി. ഇനിയോ 3 മുത്തുകൾ ഉള്ളതിനെ 1 മുത്താക്കാൻ എത്ര മുത്ത് മാറ്റണം? 2 മുത്തുകൾ മാറ്റണം. അപ്പൊ 232 അല്ലെ. ഇത് പറഞ്ഞാൽ എന്താണെടാ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്? അതെ, നമ്മുടെ 463ൽ നിന്ന് 231നെ നമ്മൾ കുറയ്ക്കുകയാണല്ലേ ചെയ്തേ. 3 - 1 2 ആണ്. 6 - 3 3 ആണ്. 4 - 2 2 ആണ്. അപ്പൊ 232 മുത്തുകൾ അല്ലെ. 100ൽ നിന്ന് 2 മുത്തുകൾ, 10ൽ നിന്ന് 3 മുത്തുകൾ, 1ൽ നിന്ന് 2 മുത്തുകൾ മാറ്റിയാലാണ് നമുക്ക് 231 കിട്ടുക എന്ന് മനസ്സിലായി. അപ്പൊ ഇത്രയേ ഉള്ളൂ മക്കളെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.